ഈ അപ്പവും ചിക്കൻ കറി ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ആദ്യം നമുക്ക് അപ്പത്തിലേക്ക് കിടക്കാം. 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ കുതിർത്ത് വെച്ച പച്ചരിയിലേക്ക് സ്പെഷ്യൽ തേങ്ങാവെള്ളവും ചിരകിയ തേങ്ങയും ചോറും പഞ്ചസാരയും ഇട്ട് നന്നായി അരച്ച് 6-8 മണിക്കൂർ വെച്ച് മാവ് പൊങ്ങിയതിന് ശേഷം അതിലേക്ക് പാൽ ഒഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കിയാൽ ഉണ്ടല്ലോ നല്ല കിട്ടും അപ്പം കിട്ടും. ഇനിയും മപ്പാസിൻ്റെ വരവാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇതെല്ലാം കൂടി വഴറ്റി അതിലേക്ക് മല്ലിയും മസാലപ്പൊടിയും ചേർത്ത് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കോഴിയും ഇട്ട് ഇളക്കി തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് നന്നായി വേവിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് തീ ഓഫ് ചെയ്ത് കടുക് താളിച്ച് അങ്ങോട്ട് ഒഴിച്ചാൽ നല്ല കിടിലൻ മപ്പാസ് റെഡി. ഈ മപ്പാസും അപ്പം കൂടെ അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ.